തൃക്കാക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഉമാ തോമസിനെ നേരിടാനൊരുങ്ങുന്നത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് താരമായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഈ സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിലെ 11 പേരും കരാട്ടെ പരിശീലനം നേടിയിട്ടുണ്ട്. തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കരാട്ടെ വിശേഷങ്ങളിലേക്ക്. ചെറുപ്പം മുതൽ കരാട്ടയുടെ ബാലപാഠങ്ങൾ കണ്ടുവളർന്നു. 8ാം ക്ലാസ് മുതൽ പരിശീലനം നേടിത്തുടങ്ങി. കരാട്ടയിൽ വർഷങ്ങൾ നീണ്ട പരിശീലനവും അധ്യാപനവും, ഒടുവിൽ ബ്ലാക്ക് ബെൽറ്റ്. പക്ഷേ ഇന്ന് ഈ പെൺപുലിക്ക് വേറിട്ടൊരു മുഖമാണ്. ഇതാരെന്നല്ലേ? തൃക്കാക്കരയുടെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പുഷ്പാദാസ്. വരെ കരാട്ടെ പ്രാക്ടീസ് ചെയ്തിരുന്നു. ക്ലാസ് എടുക്കാൻ പോവുമായിരുന്നു. അതിനുശേഷം LLB പഠനം, പിന്നീട് വിവാഹം, കുട്ടികൾ എല്ലാം ആയപ്പോൾ സംഘടനാ രംഗത്തും സജീവമായപ്പോൾ എനിക്ക് പിന്നീട് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കുടുംബത്തിലെ 11 പേരാണ് കരാട്ടെ താരങ്ങൾ. കരാട്ടെ പരിശീലനത്തിലൂടെ ലഭിച്ച ഊർജം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് പുഷ്പാദാസ് പറയുന്നത്. 83 മുതൽ ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കരാട്ടെ പ്രാക്ടീസ് നൽകിയിട്ടുള്ള ഒരു എനർജി ഉണ്ടല്ലോ, അത് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് നന്നായി ഗുണം ചെയ്യുന്നുണ്ട്. അഭിഭാഷകയായും അമ്മയായുമെല്ലാം ജീവിതത്തിൽ പ്രമോഷൻ ലഭിച്ചപ്പോൾ കരാട്ടെ കുപ്പായത്തിന് തൽക്കാലം വിശ്രമം നൽകി. ആലുവയിലെ വീട്ടിൽ ബ്ലാക്ക് ബെൽറ്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കരാട്ടയുടെ ഓരോ ചുവടുകളും ഇപ്പോഴും ഹൃദ്യസ്ഥം. പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു ടിപ്പാണ്, ഇന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ പിന്നിൽ നിന്ന് അതെ. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പുഷ്പാദാസ് പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ ഉമാ തോമസിനെ നേരിടാൻ ഇടതുപക്ഷത്തിന്റെ പുഷ്പാദാസ് കൂടിയാകുമ്പോൾ തൃക്കാക്കരയിൽ പോരാട്ടം മുറുകും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.